ഹലോ, ഞാൻ മീനു. പിന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളും സത്യസന്ധതയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ കള്ളവേദ സത്യവേദ മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ ഡൗട്ട് ഫുള്ളും ഞാൻ തീർത്തു തരാം. ഓക്കെ. ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഒരിക്കലും ഇതാക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരുടെ സ്റ്റോറി ആവാം. അപ്പോൾ ആ സ്റ്റോറിയൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആ സ്റ്റോറി ഒന്നും നിങ്ങൾ ഞാനുമായിട്ട് കമ്പയർ ചെയ്യില്ല. അപ്പോൾ എന്നോട് ഞാൻ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പേഴ്സണൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കാത്ത നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു ലേഡീസിന് വന്നിട്ട് നമ്മുടെ ആൾക്കാരല്ലാണ്ട് വേറെ രാജ്യത്തു നിന്നും ആൾക്കാർ നമുക്ക് കൊള്ളില്ലാത്ത രീതിയിൽ പിക്ചറും മെസ്സേജും ഒക്കെ നമുക്ക് ഇടും. അപ്പോൾ അത് കാരണമാണ് കൂടുതലായിട്ട് പേഴ്സണൽ മെസ്സേജിലേക്ക് നമ്മൾ പോയി നോക്കാത്തത്. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കിടക്കുന്ന കമൻ്റ് ഇല്ലേ, ആ കമൻറ്റ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. കാരണം അത് തന്നെ എന്നോട് കുറേ ആൾക്കാർ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഞാൻ നല്ല രീതിയിൽ ആ വീഡിയോ എടുക്കുന്നേ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസത്തിലൂടെ പോകുന്നത്. പിന്നെ എൻ്റെ ലൈഫുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്നത്, ഞാനിപ്പോൾ ബഹ്റൈനിലാണല്ലോ, അപ്പം എന്നോട് ചോദിക്കുന്നത് ബഹ്റൈനിൽ എന്താ ഒച്ചയിടല്ലേ, ബഹ്റൈനിൽ എന്താ ജോലി, ഇവിടെ എന്താണ്, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കമൻറ്റ് വിടുന്നത്? ഇപ്പം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഫാമിലിയിൽ അനിയത്തി, ചേച്ചി, വൈഫ് എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ കഷ്ടപ്പെട്ട് വേറെ രാജ്യത്ത് പോയിട്ട്, ഗൾഫ് കൺട്രിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നത് എന്തിനാണ് ജോലി ചെയ്യുന്നത്? അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് ഞാനും. ഓക്കെ. അപ്പം ഞാൻ കല്യാണം കഴിച്ചൊരു പെണ്ണാണ്. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതാണ് എൻ്റെ ലോകം എന്ന് പറയുമ്പം എൻ്റെ ഫുള്ള് ലൈഫാണ്. ഞാൻ ഇതാണ് എൻ്റെ ലോകം എന്ന് ചാനലിൽ പേരിടാൻ തന്നെ കാരണം എൻ്റെ ഫുൾ ലൈഫ് അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ പിള്ളേരുണ്ട്, എൻ്റെ വീടുണ്ട്, എൻ്റെ നാടുണ്ട്. എൻ്റെ വീഡിയോ ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് വരെ എടുത്ത് നോക്കി എല്ലാം കാണാം. എൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ അകത്തുണ്ട്. എനിക്കൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ വന്നത് ജോലിക്കാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യനും പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആ ഒരു കോഴ്സുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറഞ്ഞത്, പിന്നെ ഞാൻ താമസിക്കുന്നതെന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് എൻ്റെ ചേച്ചിയായിട്ട് താമസിക്കുന്നത്. ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടും. ഞങ്ങൾ 3 ലേഡീസാണ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഓക്കെ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണോ? പിന്നെ എനിക്കിതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തിനാ മീനുവിൻ്റെ കാര്യമൊക്കെ വിളമ്പുന്നതെന്നൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നീ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴും കുറേ ആൾക്കാർ മീനുവിൻ്റെ കാര്യമൊന്നും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് എനിക്ക് നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാനിവിടെ വന്ന് ജോലി എടുക്കാനാണ്, രക്ഷപ്പെടാനാണ്. ഓക്കെ. പിന്നെ വീഡിയോ എടുക്കുന്നത് എനിക്ക് വർക്കില്ലാത്ത ടൈമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വർക്കില്ലാത്ത ടൈം ഞാൻ ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ കറങ്ങാൻ പോവുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ചേച്ചിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ കയറാൻ ഇഷ്ടമില്ല. സോഷ്യൽ മീഡിയയിൽ കയറുന്നത് ഞാനാണ്. അപ്പം ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഞാനിടും, ഫോട്ടോ ഇടും, വീട്ടിലയച്ചു കൊടുക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളൂ. അവരുടെ വീഡിയോ ഞാൻ പങ്കുവെക്കാറില്ല. അപ്പോൾ അത് കാരണം ആരും റോങ് ആയിട്ട് ഇതാക്കണ്ട. എനിക്ക് നമ്മൾ എന്താ പറയുക, ഒരു ബോയ് ഫ്രണ്ടിനെ പിടിക്കാനല്ല ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോയ് ഫ്രണ്ടും എനിക്കില്ലാതാനും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, മാസം സാലറി കിട്ടുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കഴിഞ്ഞു കൂടുന്നു. ഓക്കെ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൽ ഇതേപോലെ ഇങ്ങനെ ഫ്രൈഡേ ഒക്കെ ഇവിടെ ഓഫാണ്. അപ്പം അങ്ങനത്തെ ഇതും പിന്നെ വന്നു കഴിയുമ്പം അങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ എൻ്റെ ഒരു ടൈം പാസിനാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ വരുമാനം ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പം ചെറിയ തോതിലായി വരുന്നുണ്ട്. ഞാൻ വീഡിയോയ്ക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു വീഡിയോ എടുക്കുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതേപോലത്തെ വീഡിയോ കാര്യങ്ങൾ എടുക്കണ്ടേ. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ഇട്ടിട്ടാണോ, മേക്കപ്പ് ഇല്ലാണോ, ഇതാണ് മോന്ത, ഇനി നേരി കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മുഖം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടറിയാം, ഞാൻ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല എന്ന് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഫോണിലെ ക്യാമറയിൽ സാധാ ഒരു എഡിറ്റിങ്ങും ഒരു ഫിൽറ്ററും ഒന്നും ഇടാണ്ട് സാധാ ക്യാമറയാണ് ഇത്. ഓക്കെ. ഒരു പൗഡറോ കാര്യങ്ങളോ ഒരു സാധനമോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം മുഖം വാഷ് ചെയ്ത് തുടച്ചിരിക്കുന്നതാണ്. ഇതേ കണ്ടില്ല, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം എൻ്റെ മുഖം ഇത് സാധാ ക്യാമറയിലാണ്. ഇതിലെങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഉള്ള കുണ്ടും കുഴിയും എല്ലാം ഉണ്ട്, കുരുവും എല്ലാം ഉണ്ട്.
അപ്പോൾ ഇതാണ് എൻ്റെ മുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ റീൽസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി ഫിൽറ്റർ ഓട്ടോമാറ്റിക്കലി വരും, അത് ഞാൻ ഇടുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഹാൻഡ് വോയിസിൽ ഇപ്പോൾ കാണുന്നത് തന്നെയാണ് ഞാൻ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹസ്ബൻഡ്, പിള്ളേർ, ഫാമിലി എല്ലാം ഉണ്ട്. അവരങ്ങ് നാട്ടിലാണ്. ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യണം. കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളാരും എന്നെ റോങ് കമൻറ്റ് ഇട്ട് ഇതാക്കാൻ വരണ്ട. അപ്പം എല്ലാവർക്കും, ഞാനിപ്പോൾ ബഹ്റൈൻ ഉമലസം തന്നെയുണ്ട്. അപ്പം നിങ്ങൾ അറിയുന്നവർ, നിങ്ങൾ എല്ലാവരും എന്നെ കണ്ട് ചിരിക്കുന്നുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അറിയുന്നവർ കാണുമ്പം. അതിനത്തെ മെസ്സേജുകൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ അറിയാമെങ്കിൽ എന്നോട് മിണ്ടോ, അല്ലെങ്കിൽ ഹായ് മീനുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഹായ്ന്നോ, അല്ലെങ്കിൽ ചാനൽ കാണാറുണ്ടോ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മിണ്ടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ കയറി മിണ്ടാനാ. അപ്പം ആരും എന്നെ കുറ്റപ്പെടുത്തില്ല. പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ, ബൈ.